ഹായ് ഫ്രണ്ട്സ്, എഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ മറ്റൊരു ചാനലിലേക്ക് നിങ്ങളെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു കേട്ടോ. ഇന്ന് പറയുന്നൊരു വാർത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വയനാട്ടിൽ വീണ്ടും ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വാർത്തയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അതിൻ്റെ വിഷ്വൽ നമുക്ക് ഞാൻ ഇതിനോടൊപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വളരെ ഒരു എന്താ പറയുക, വളരെ ഒരു നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നൊരവസ്ഥ. നമുക്കറിയാമല്ലോ, വയനാട്ടിൽ ഒരു അപകടം ഉണ്ടായിട്ട് എന്താണ് ആ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ മറന്നിട്ടില്ല. എത്രത്തോളം മരണങ്ങളുണ്ടായിരുന്നു, എത്രത്തോളം ആളുകളവിടെ മരിച്ചു, ആ മരണപ്പെട്ടതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുക ആ മണ്ണിടിച്ചിലിൽ വീണ്ടും ഇന്നുണ്ടായ ആ മണ്ണിടിച്ചിലിൽ 4 പേരൊക്കെ മരിച്ചു എന്നാണ് നമുക്ക് ലേറ്റസ്റ്റായിട്ട് അറിയാൻ പറ്റിയത്. കൂടുതൽ വാർത്തകളും റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കണുള്ളൂ. എത്ര പേര് മണ്ണിനടിയിലുണ്ട്, എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്, എന്താണ് അവിടെ സംഭവിച്ചത്, തുടർന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ വിഷ്വൽ നിങ്ങൾക്ക് ഞാൻ ഇതിനോടൊപ്പം തന്നെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞെട്ടുന്നൊരു വിഷ്വലാണ്. ഇതുണ്ടായിരിക്കുന്ന സ്ഥലം, ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം എവിടെയാണെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. കറക്റ്റ് പ്ലേസ് എവിടെയാണെന്ന് നമുക്കറിയത്തില്ല ഉണ്ടായത്. പക്ഷേ ഈ ഒരു മണ്ണിടിച്ചിലേക്ക് ദൃശ്യം കണ്ടപ്പോൾ, ദൃശ്യ സിനിമയല്ല കേട്ടോ, ദൃശ്യം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അർജുനുണ്ടല്ലോ, അർജുൻ്റെ വാഹനം നമുക്കറിയാമല്ലോ, മണ്ണിനടിയിൽപ്പെട്ട് പുഴയിലേക്ക് ഒലിച്ചു പോയതൊക്കെ നമ്മൾ ഒരു ഇമാജിനറിയൊക്കെ ആയിട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുപോലത്തെ ഒരു വിഷ്വലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അർജുൻ്റെ ലോറി എങ്ങനെയായിരിക്കും മണ്ണിനടിയിലേക്ക് ഒലിച്ചു പോയതെന്നുള്ളത് ഈ ദൃശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലാക്കാൻ പറ്റും. അമ്മാതിരിയുള്ളൊരു ദൃശ്യം തന്നെയാണ് ഈ മണ്ണിടിച്ചില്ലതായിട്ട് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ ഈ വീഡിയോടൊപ്പം തന്നെ ഞാനത് പ്ലേ ചെയ്യുന്നുണ്ട്. ആ ദൃശ്യം നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. കാരണം എന്തുകൊണ്ടാണ് ഈ പടച്ചതമ്പുരാൻ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനും ഈ മണ്ണിടിച്ചിലുണ്ടാവാനും മറ്റു കാര്യങ്ങളുണ്ടാവാനൊക്കെ എന്തുകൊണ്ടാണ് ഈ വയനാട് തന്നെ ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊരു പിടുത്തമല്ല കേട്ടോ. നമുക്ക് എന്തായാലും അത് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കേട്ടോ. നമുക്ക് ആ വിഷ്വൽ എന്തായാലും നിങ്ങൾ ഇപ്പോൾ കണ്ടു കാണുമല്ലോ. ഒട്ടുമിക്ക വാർത്താമാധ്യമങ്ങളിലും നമ്മളെ ഇതിലൊക്കെ അതിൻ്റെ വിഷ്വലുകൾ കിടക്കുന്നുണ്ട്. നമുക്ക് കണ്ടു നോക്കാം. കണ്ടിട്ട് എനിക്ക് ശരിക്കും ഓർമ്മ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ. ശരിക്കും ആ ഓർമ്മ വന്നത് ആ അർജുൻ്റെ ഇൻസിഡൻ്റാണ്. അർജുൻ എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഈ ഇൻസിഡൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അർജുൻ്റെ ലോറിയൊക്കെ പുഴയിലേക്ക് എങ്ങനെ ഒലിച്ച് പോയെന്നുള്ളതൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും നിങ്ങൾ ആ വിഷ്വലൊന്ന് കാണാം. കാരണം വിഷ്വൽ കണ്ടായത് ഞാനിവിടെ ഈ ഒരു വിഷമം പറയുമ്പോഴും ഞാൻ ചിരിച്ചത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. ചെറിയൊരു തമാശ ഇവിടെ ഉണ്ടായതുകൊണ്ട് മാത്രം ചിരിച്ചതാണ്, അല്ലാണ്ട് ഈ നടന്ന സംഭവത്തെ സീരിയസ് ആയി കാണാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ അതിനെ ആക്ഷേപിച്ച് ചിരിച്ചതല്ല. ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു ചേച്ചി വന്നിട്ട് ഞാൻ ഹിന്ദിക്കാരനാണെന്ന് വിചാരിച്ചുകൊണ്ട് ബയ്യ എന്ന് വിളിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നുകൊണ്ട് ഞാൻ ചിരിച്ചു എന്നുള്ളൂ. അല്ലാണ്ട് വിഷയത്തെ നമ്മൾ സീരിയസ് ആയി കാണാത്തതുകൊണ്ടല്ല കേട്ടോ. എന്തായാലും അതിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബത്തിന് പടച്ചതമ്പുരാൻ ശാന്തി സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.